ഞാൻ ഇന്നൊരു വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത് പഴം വെച്ചിട്ട്. സാധാരണ ഇത് അരിപ്പൊടിക്കകത്തൊക്കെയാണ് ഉണ്ടാക്കണത്. എല്ലാവരും നമുക്കിന്ന് ഗോതമ്പ് പൊടിക്കകത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഇത്. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിട്ടോ ഒക്കെ കൊടുത്തു വിടാം, സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു നല്ലൊരു വിഭവമാണ്. ഇതിനാവശ്യമായിട്ട് വേണ്ട 2 റോബസ്റ്റ പഴം വേണം, 2 മുട്ട വേണം, അതുപോലെ തന്നെ പഞ്ചസാര, ഗോതമ്പ് പൊടി വേണം, അവിടെ ആശീർവാദമാണ് എടുത്തേക്കുന്നത്, പിന്നെ ബേക്കിംഗ് പൗഡർ വേണം, പിന്നെ വെണ്ണയും പാലും വേണം. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു പാത്രത്തിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കുക. ഓൾറെഡി പഴത്തിന് മധുരം ഉണ്ട്, നല്ല പഴുത്ത പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. കോഴിമുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 മുട്ടയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പട്ടയില്ലേ, വാനില എസൻസ് ഇല്ലാത്തവർ പട്ട കുറച്ചെടുത്തിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഴം ഉടക്കിയ ആ 2 റോബസ്റ്റ പഴം ഉള്ളത് ഉടച്ച് ഇതും ഈ മിക്സിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുക. മിക്സ് നല്ലോണം ആയില്ല എന്നുണ്ടെങ്കിൽ മിക്സിക്കകത്ത് നിങ്ങൾക്ക് അരച്ചെടുക്കാം കേട്ടോ. പിന്നുള്ളത് അതിൻ്റെ അകത്തോട്ട് അത് മിക്സ് ചെയ്യുക. നല്ല ഇച്ചിരി കട്ടയായിട്ട് കിടന്നാലും കുഴപ്പമില്ല, ഇത് ആവിയിൽ വെന്തൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡറും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് പൊടി ഇച്ചിരി അലിയാൻ ആദ്യം പാടാണ്, കുറച്ച് സമയം എടുക്കുക അലിഞ്ഞ് വരാൻ. ഓക്കെ, അങ്ങനെ പാടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മിക്സിക്കകത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 3 സ്പൂൺ പാലേ ഒഴിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ വെണ്ണ ചേർക്കുന്നത്. ഓക്കെ, വെണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട്. അത് ലാസ്റ്റായിട്ടാണ് ഞാൻ ചേർക്കുന്നത്, കാരണം ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് എന്തായാലും ആവിയുടെ വേവ് കൊണ്ട് അത് എന്ത് ചെയ്യും, നമുക്ക് വെന്ത് കിട്ടണതാണ്. അപ്പോൾ വെണ്ണ ചേർക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, പക്ഷേ എന്നാലും ഒരു മയത്തിനും കുട്ടികൾക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ഇഷ്ടപ്പെടണ്ടേ, അതിനും വെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് പാത്രം ഇവിടെ ചോറ്റുപാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ പാത്രത്തിൻ്റെ അകത്ത് ആദ്യം വെണ്ണ പുരട്ടി എല്ലാ സൈഡിലും വെണ്ണ പുരട്ടുക. എന്നിട്ട് വെണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് മൈദാപ്പൊടിയും കൂടി പുരട്ടി കൊടുക്കാം. അതും എല്ലായിടത്തും പുരട്ടിയതിന് ശേഷം നമ്മുടെ ആ മിക്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തതിന് ശേഷം പാത്രം ഒന്ന് എയർ ബബിൾസ് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്യാം നമുക്ക്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മളിടുന്നത് കോൺഫ്ലെക്സ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടി, മുന്തിരി ഇതൊക്കെ വേണമെങ്കിൽ നമുക്കിടാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇഡ്ഡലി ചെമ്പിൻ്റെ അകത്തോട്ട് വെള്ളം ചൂടായതിന് ശേഷം ആവി വരുമ്പോഴത്തേക്ക് നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ അടപ്പ് അടച്ചിട്ട് ഏകദേശം 25 മിനിറ്റത്തേക്ക് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം ആവി പോകാൻ വേണ്ടി എടുത്ത് മാറ്റി വെളിയിലോട്ട് വെക്കുക. എന്നിട്ട് സെർവിങ് പ്ലേറ്റിൽ സെർവ് ചെയ്യുക കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞങ്ങൾ കുക്ക് ചെയ്ത് വെച്ചതിന് ശേഷം എടുത്തെടുത്ത് ഇത്രയാക്കി. നല്ല ടേസ്റ്റാണ്, സോഫ്റ്റാണ് സംഭവം. ഗോതമ്പ് പൊടി ആകുമ്പോൾ എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവും ഹാർഡായിരിക്കുന്നു, പക്ഷേ അങ്ങനെ വലിയ ഹാർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. സംഭവം നല്ല സോഫ്റ്റാണ്. നല്ല മധുരവും, പഴത്തിൻ്റെ മധുരവും. നമ്മൾ കുറച്ച് മധുരമേ ചേർത്തിട്ടുള്ളായിരുന്നു, പഞ്ചസാര മധുരത്തിന് വേണ്ടി കുറച്ച് ചേർത്തിട്ടുള്ളൂ. പഴത്തിൻ്റെ മധുരം നമുക്ക് നല്ലോണം അറിയാനും പറ്റും. നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ.